നമസ്കാരം. 10 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ചെങ്കോട്ടയിൽ നടക്കുന്ന ചടങ്ങിന് പ്രതിപക്ഷ നേതാവ് സന്നിഹിതനാകുന്നത്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം നൽകിയത് പിന്നിൽ നിന്നും രണ്ടാം നിരയിൽ ആണ്. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ മനു ഭാക്കർ, സർബ്ജോത് സിംഗ്, ഹർമൻപ്രീത് സിംഗ്, PR ശ്രീജേഷ് തുടങ്ങിയവർക്ക് പിന്നിലായാണ് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ലഭിച്ചത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ, അമിത്ഷാ, S ജയശങ്കർ തുടങ്ങിയവരാണ് ഒന്നാം നിരയിൽ ഇരുന്നവർ. ഇതേ ക്യാബിനറ്റ് പദവിയുള്ള ആൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. സീറ്റുകൾ ക്രമീകരിക്കുന്നതിന്റെ ചുമതലയുള്ള പ്രതിരോധ മന്ത്രാലയം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതാകട്ടെ, പ്രോട്ടോകോൾ പ്രകാരം മുൻവശത്തുള്ള ഏതെങ്കിലും നിരയിൽ പ്രതിപക്ഷ നേതാവിന് സീറ്റ് നൽകണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. 10 വർഷമായി ലോക്സഭയിലെ പ്രതിപക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ആകെ ലോക്സഭാ സീറ്റിന്റെ 10-1 സീറ്റുകൾ ഉള്ള പാർട്ടിക്കാണ് പ്രതിപക്ഷ സ്ഥാനം ലഭിക്കുക. 2024 ലോക്സഭാ ഇലക്ഷനിൽ 99 സീറ്റ് നേടി കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനം ഉറപ്പിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശമായി രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു വാക്കല്ല, അത് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചമാണ്. ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ മൂല്യങ്ങളിൽ ഇഴചേർന്നതാണ്. ഇതാണ് ആവിഷ്കാരത്തിന്റെ ശക്തി, സത്യം സംസാരിക്കാനുള്ള കഴിവ്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പ്രത്യാശ.